തലസ്ഥാനമായ സനയിൽ സൗദി സഖ്യസേന നടത്തിയ വ്യോമാക്രമണവും അതിനു പകരമായി സൗദി അറേബ്യയിലെ 2 വിമാനത്താവളങ്ങൾക്ക് നേരെ ഹൂതി വിമതർ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി തുടർന്ന യമൻ ആഭ്യന്തര യുദ്ധത്തിന്റെ ഏറ്റവും പുതിയതും അപകടകരവുമായ ഒരു ഘട്ടത്തിലേക്കാണ് ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ലോകം ഉറ്റുനോക്കുന്ന ഒരു വലിയ ചോദ്യമാണ് ഇറാൻ യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ വലിച്ചിഴക്കപ്പെടുമോ എന്നത്. മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ രാഷ്ട്രീയത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് സൗദി അറേബ്യയുമായുള്ള പാകിസ്ഥാന്റെ ദൃഢമായ ബന്ധവും ഇറാനുമായുള്ള അവരുടെ അതിർത്തി പങ്കിടലും പാകിസ്ഥാനെ ഒരു കനൽപാതയിലൂടെയാണ് നടത്തിക്കുന്നത്. ഇറാനും പശ്ചിമേഷ്യയിലെ മറ്റു ശക്തികളും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ പാകിസ്ഥാൻ അതിലേക്ക് വലിച്ചിഴക്കപ്പെടുമോ? അല്ലെങ്കിൽ അവർ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്യുന്ന വളരെ സങ്കീർണമായ ഒരു വിഷയമാണിത്. ഇത് സംഭവിച്ചാൽ സൗദി അറേബ്യയുമായി പരസ്പര പ്രതിരോധ കരാർ ഉള്ളതിനാൽ പാകിസ്ഥാനും ഈ യുദ്ധത്തിന്റെ ഭാഗമാകാമെങ്കിലും ലളിതമായി പറഞ്ഞാൽ പാകിസ്ഥാൻ ഒരിക്കലും സ്വയം ഒരു യുദ്ധത്തിലേക്ക് ചാടിവിടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം സ്വന്തം രാജ്യത്തെ സാമ്പത്തിക തകർച്ചയും ആഭ്യന്തര പ്രശ്നങ്ങളും കാരണം മറ്റൊരു യുദ്ധം താങ്ങാനുള്ള ശേഷി നിലവിൽ പാകിസ്ഥാനില്ല. പാകിസ്ഥാനിലെ നിലവിലെ പ്രതിസന്ധികൾ ഒന്ന് നോക്കാം. പാകിസ്ഥാൻ യുദ്ധം ആഗ്രഹിക്കാത്തതിന്റെ പ്രധാന കാരണം ഇതാണ്. ഒരു യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകാൻ പാകിസ്ഥാൻ ഇപ്പോൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള പ്രധാന കാരണങ്ങൾ ഇവയൊക്കെയാണ്. സാമ്പത്തിക തകർച്ച. പാകിസ്ഥാൻ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. IMF വായ്പകളും വിദേശ സഹായങ്ങളെയും ആശ്രയിച്ചാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് തന്നെ. ഒരു യുദ്ധത്തിൽ പങ്കാളിയാകുന്നത് അവരുടെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കും. ആഭ്യന്തര സുരക്ഷാ പ്രശ്നങ്ങളാണ് മറ്റൊന്ന്. അതിർത്തികളിൽ താലിബാൻ ഭീകരരിൽ നിന്നും ബലൂചിസ്ഥാൻ വിമതരിൽ നിന്നും പാകിസ്ഥാൻ വലിയ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പാകിസ്ഥാന്റെ തന്ത്രപരമായ ബാലൻസിംഗ് ആക്റ്റാണ് മറ്റൊന്ന്. യുദ്ധമുണ്ടായാൽ പാകിസ്ഥാന് ഏതെങ്കിലും ഒരു പക്ഷം ചേരുക എന്നത് അത്ര എളുപ്പമല്ല. കാരണം അവർക്ക് ഇരുവശത്തും താല്പര്യങ്ങൾ ഉണ്ട് എന്നത് തന്നെയാണ് ഇതിന് പ്രധാന കാരണം. ഇറാനുമായുള്ള ബന്ധമാണ് മറ്റൊന്ന്. ഇറാൻ പാകിസ്ഥാന്റെ അയൽ രാജ്യമാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തി പങ്കിടുന്നുമുണ്ട്. അടുത്തിടെ ഇരുവർക്കുമിടയിൽ അതിർത്തി സംഘർഷങ്ങൾ ഉണ്ടായെങ്കിലും ഇറാന്റെ ഒരു ശത്രുവായി മാറാൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നില്ല. അത് പാകിസ്ഥാന്റെ അതിർത്തിയിലെ അസ്ഥിരത വർദ്ധിപ്പിക്കും. പാകിസ്ഥാനെ സാമ്പത്തികമായി ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രാജ്യങ്ങളാണ് സൗദി അറേബ്യയും UAEയും. പശ്ചിമേഷ്യയിൽ ഇറാന്റെ പ്രധാന എതിരാളികളാണ് ഇവർ. അതിനാൽ ഇറാന് പരസ്യമായി പിന്തുണ നൽകാൻ പാകിസ്ഥാന് കഴിയില്ല. വേറെ ഒന്നിതാണ്, ഇതിലെ ഏറ്റവും പ്രധാനവുമായത് ഇതാണ്: അമേരിക്കൻ സമ്മർദ്ദം. പാകിസ്ഥാന്റെ സൈന്യത്തിന് US-മായി അടുത്ത ബന്ധമുണ്ട്. ഇറാനെതിരെയുള്ള നീക്കങ്ങളിൽ അമേരിക്ക പാകിസ്ഥാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ ഒന്ന് പറയാം. നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തില്ല എങ്കിലും ചില സാഹചര്യങ്ങൾ പാകിസ്ഥാനെ ബാധിക്കാം. അമേരിക്കൻ സൈനിക താവളങ്ങൾ. പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളോ വ്യോമപാതയോ ഇറാനെതിരെ ആക്രമണം നടത്താൻ അമേരിക്ക ആവശ്യപ്പെടുകയാണെങ്കിൽ പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധിയിലാകും. ഇത് അനുവദിച്ചാൽ ഇറാൻ പാകിസ്ഥാനെതിരെ തിരിയുമെന്നുള്ളതും സത്യം. അഭയാർത്ഥി പ്രവാഹമാണ് മറ്റൊന്ന്. ഇറാനിൽ യുദ്ധമുണ്ടായാൽ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് ഒഴുകിയെത്താം. ഇത് പാകിസ്ഥാന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ബലൂചിസ്ഥാൻ വിഷയമാണ് വേറൊന്ന്. ഇറാന്റെയും പാകിസ്ഥാന്റെയും അതിർത്തി പ്രദേശമായ ബലൂചിസ്ഥാനിലെ വിമത ഗ്രൂപ്പുകൾ ഈ സാഹചര്യം മുതലെടുത്ത് ഇരു രാജ്യങ്ങളിലും ആക്രമണങ്ങൾ ശക്തമാക്കും. ഇനിയുള്ളത് പാകിസ്ഥാൻ സ്വീകരിക്കാൻ സാധ്യതയുള്ള അന്തിമ നിലപാടാണ്. അതൊന്ന് നോക്കാം. നിഷ്പക്ഷത. പാകിസ്ഥാൻ ഔദ്യോഗികമായി ഒരു പക്ഷത്തും ചേരാതെ മാറി നിൽക്കാൻ പരമാവധി ശ്രമിക്കും. യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകില്ല. സമാധാന ചർച്ചകൾക്ക് ആഹ്വാനം ചെയ്യും. മേഖലയിൽ സമാധാനം നിലനിർത്തണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും ആവശ്യപ്പെടുന്ന നയതന്ത്ര നിലപാടായിരിക്കും അവർ സ്വീകരിക്കുക. ആഭ്യന്തര സുരക്ഷയ്ക്ക് മുൻഗണന നൽകും. സ്വന്തം അതിർത്തികൾ സുരക്ഷിതമാക്കാനും ഇറാന്റെ ഉള്ളിൽ നിന്നുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാനിലേക്ക് പടരാതിരിക്കാനും സൈന്യത്തെ അതിർത്തിയിൽ വിന്യസിക്കും. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, പാകിസ്ഥാൻ സ്വയം മുൻകൈയെടുത്ത് ഇറാൻ യുദ്ധത്തിലേക്ക് പോകാൻ യാതൊരു സാധ്യതയുമില്ല. എന്നാൽ മേഖലയിലെ സംഘർഷം മൂർച്ഛിച്ചാൽ സാമ്പത്തികമായും അതിർത്തി സുരക്ഷാപരമായും പാകിസ്ഥാന് അതിന്റെ പ്രത്യാഘാതങ്ങൾ വലിയ രീതിയിൽ നേരിടേണ്ടി വരും. ചരിത്രപരമായി സൗദി അറേബ്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തെ അയച്ചിട്ടുള്ള ചരിത്രം നേരത്തെയുണ്ട്. 2015 യമനിലെ ഹൂതി വിമതർക്കെതിരെ സൗദി അറേബ്യ യുദ്ധം തുടങ്ങിയപ്പോൾ
തങ്ങളെ സൈനികമായി സഹായിക്കാൻ സൗദി പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. സൗദിയുമായി ശക്തമായ പ്രതിരോധ ധാരണകൾ ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാന്റെ പാർലമെന്റ് ഏകകണ്ഠമായി ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. നിഷ്പക്ഷത പാലിക്കാനാണ് അന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത്. പാകിസ്ഥാനും സൗദിയും തമ്മിലുള്ള സൈനിക കരാറുകൾ പ്രധാനമായും സൗദി അറേബ്യയുടെ ആഭ്യന്തര സുരക്ഷയും വിശുദ്ധ നഗരങ്ങളുടെ, അതായത് മക്ക മദീന സംരക്ഷണവും ഉറപ്പാക്കുന്നതിനാണ്. ഇറാൻ നേരിട്ട് സൗദി അറേബ്യ ആക്രമിക്കുകയും വിശുദ്ധ നഗരങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്താൽ പാകിസ്ഥാന് സൈന്യത്തെ അയക്കേണ്ടി വരും. എന്നാൽ അമേരിക്കയോ ഇസ്രയേലോ ഇറാനുമായി നടത്തുന്ന ഒരു യുദ്ധത്തിൽ സൗദി അറേബ്യ പങ്കാളിയാകുകയാണെങ്കിൽ അതിലേക്ക് പാകിസ്ഥാൻ സൈന്യത്തെ അയക്കാൻ ഈ കരാർ അവരെ നിർബന്ധിതർ ആക്കുന്നില്ല. പാകിസ്ഥാനിൽ ഏകദേശം 15% മുതൽ 20% വരെ ഷിയ മുസ്ലിം ജനവിഭാഗമുണ്ട്. ഒരു ലോകത്തെ ഏറ്റവും വലിയ ഷിയ ഭൂരിപക്ഷ രാജ്യമായ ഇറാനെതിരെ സൗദിക്ക് വേണ്ടി പാകിസ്ഥാൻ യുദ്ധത്തിന് പുറപ്പെട്ടാൽ അത് പാകിസ്ഥാനകത്ത് വലിയ ആഭ്യന്തര കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമാകും. ഇത് ഒഴിവാക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം പരമാവധി ശ്രമിക്കുമെന്ന കാര്യവും ഉറപ്പാണ്. ചുരുക്കത്തിൽ സൗദി അറേബ്യയോടുള്ള നന്ദിയും കടപ്പാടും നിലനിർത്തുമ്പോൾ തന്നെ സ്വന്തം അതിർത്തിയിലെ സമാധാനത്തിനായി ഇറാനെ പിണക്കാതിരിക്കുക എന്ന അതിസാഹസികമായ നയതന്ത്ര നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിക്കേണ്ടി വരിക. കയ്യിലുള്ള ആണവായുധങ്ങൾ രാജ്യത്തിന്റെ പ്രതിരോധത്തിന് മാത്രമുള്ളതാണെന്നും മറ്റൊരു പ്രാദേശിക യുദ്ധത്തിൽ കരിനിഴൽ വീഴ്ത്താൻ തങ്ങളില്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് നിഷ്പക്ഷതയുടെ വഴി തിരഞ്ഞെടുക്കാനായിരിക്കും പാകിസ്ഥാൻ പരമാവധി ശ്രമിക്കുക.